PV Anwar MLA സ്ഥാനം രാജിവെച്ചു. തൃണമൂൽ കോൺഗ്രസിൽ ചേരുവാനാണ് രാജി. അദ്ദേഹം തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി അദ്ദേഹം നിയമിക്കപ്പെടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്ത ദിവസം കൊൽക്കത്തയിലെത്തി മമതാ ബാനർജിയിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ രാജി പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, UDF-നാണ് എൻ്റെ പിന്തുണ, ഞാൻ നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല എന്ന്. അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. അതാണ് UDF-നെ ആകെ കുഴക്കിയത്, UDF-ൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയത്, UDF-ൽ വലിയ തർക്കത്തിന് ഇടയാക്കിയത്. UDF-ൽ മാത്രമല്ല, തർക്കമുണ്ടാകുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിലാണ്. കോൺഗ്രസിൽ ആരാണ് സ്ഥാനാർത്ഥി എന്ന ചർച്ച പോലും നടക്കുന്നതിന് മുമ്പ് തന്നെ PV Anwar സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അത്തരമൊരു കീഴ്വഴക്കം കോൺഗ്രസിലില്ല, UDF-ലുമില്ല. PV Anwar പറയുന്നത് ബി ജോയ് സ്ഥാനാർത്ഥിയാകണം, അവിടെ മത്സരിക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കാത്തിരിക്കുന്ന ഒരു നേതാവുണ്ട്, ആര്യാടൻ ഷൗക്കത്ത്. ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ആരാണ് എന്താണ് എന്ന ചോദ്യമാണ് PV Anwar ചോദിച്ചത്. എന്തോ തിരക്കഥയും കഥയൊക്കെ എഴുതി നടക്കുന്ന ആളല്ലേ, അദ്ദേഹത്തെ അവിടെ എവിടെയും കാണാറില്ല, മരണ വീട്ടിൽ പോലും കാണാറില്ല. സുഹൃത്തുക്കളോട് ചോദിക്കാറുണ്ടായിരുന്നു എവിടെയാണ് ഈ ആശാൻ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ എവിടെയാണ് എന്ന് അവർക്കും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയായിരുന്നു ആര്യാടൻ ഷൗക്കത്തിനെ PV Anwar. ആ PV Anwar ബി ജോയിയുടെ പേര് DCC പ്രസിഡന്റ്, മലപ്പുറം DCC പ്രസിഡന്റ് ബി ജോയിയുടെ പേര് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ തുടങ്ങി കോൺഗ്രസിൽ കൂട്ടക്കുഴപ്പം. ആര്യാടൻ ഷൗക്കത്ത് പരസ്യമായി PV Anwar തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഈ ഞാൻ ആരാണ്, ഞാൻ എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോ അതിനെക്കുറിച്ച് ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ല. ആരാകണം സ്ഥാനാർത്ഥി എന്ന് സംബന്ധിച്ച് കോൺഗ്രസിൽ യാതൊരു ചർച്ചയും നടന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് PV Anwar ബി ജോയിയുടെ പേര് പറഞ്ഞത്? ബി ജോയ് മത്സരിക്കുകയാണെങ്കിൽ പിന്തുണക്കും എന്ന് പറഞ്ഞത്, UDF-നാണ് പിന്തുണ നൽകുന്നത് എന്ന് പറഞ്ഞത്? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കോൺഗ്രസിനകത്ത് തർക്കം ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. മലപ്പുറത്തെ കോൺഗ്രസിൽ മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിലും തർക്കം ആരംഭിച്ചു കഴിഞ്ഞു. മലപ്പുറത്ത് നിന്നല്ല സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് KPCC ആണ്, ഹൈക്കമാൻഡാണ് അംഗീകാരം നൽകേണ്ടത്. അപ്പോൾ KPCC സ്ഥാനാർത്ഥി ആരാകണം എന്ന ചർച്ച പോലും നടത്തുന്നതിന് മുമ്പ് തന്നെ, ഇലക്ഷൻ ഇതുവരെ പ്രഖ്യാപിക്കാത്ത ഘട്ടത്തിൽ തന്നെ രാജി പ്രഖ്യാപിക്കുന്നതോടൊപ്പം അടുത്ത എൻ്റെ പിൻഗാമി ഇന്ന ആൾ ആകണം എന്ന് പറഞ്ഞു വെക്കുക, അത് കോൺഗ്രസിൽ ഇല്ലാത്ത, നടക്കാത്ത, കീഴ്വഴക്കമേ ഇല്ലാത്ത ഒരു കാര്യമാണ്. അതാണ് PV Anwar പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടി ബി ജോയ് സ്ഥാനാർത്ഥിയായി വരും എന്ന ചർച്ചകൾ പൊതുവെ ഉയർന്നു. KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവ് VD സതീശനോ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. പാർട്ടി തീരുമാനിക്കും എന്നാണ് പറഞ്ഞു വെച്ചത്. എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് ഇതിനകം തന്നെ രംഗത്ത് വന്നു. ആര് സ്ഥാനാർത്ഥിയായാലും 60,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലമ്പൂർ മണ്ഡലത്തിൽ UDF-നുണ്ട്. ആ വോട്ട് വാങ്ങി ജയിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സ്ഥാനാർത്ഥി ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്, പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് പറയുകയും ചെയ്തു. അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും വോട്ട് മണ്ഡലത്തിൽ നേടാൻ കഴിഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് എന്ന്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെയുണ്ട്, കോൺഗ്രസിന്റെ പടയാളിയായി ഇവിടെ തന്നെയുണ്ട്, അപ്പോൾ എന്തിനാണ് വേറൊരാൾ വരുന്നത് എന്ന ചോദ്യമാണ് ആര്യാടൻ ഷൗക്കത്ത് ചോദിക്കുന്നത്. ഇനിയിപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായിരിക്കും ആര്യാടൻ ഷൗക്കത്തിന്റെ മുന്നിലുള്ള വഴി? LDF-ലേക്ക് വരുമോ? ഈ ചോദ്യം ഉയരുന്നുണ്ട്. LDF-ന് അവിടെ കൃത്യമായി മത്സരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയില്ല നിലമ്പൂർ മണ്ഡലത്തിൽ. സ്വതന്ത്രന്മാരെ വെച്ച് പരീക്ഷിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ചെയ്യുന്നത് LDF. അതിൽ വിജയം കാണുകയും ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവസാനം വിജയം കണ്ടത് PV Anwar-ലൂടെയാണ്. അതുകൊണ്ട് LDF-ന് സ്ഥായിയായ ഒരു വോട്ടുണ്ട്, LDF-ന് അടിത്തറയുള്ള മണ്ഡലം കൂടിയാണ്. പക്ഷേ ജയിച്ചു വരണമെങ്കിൽ നല്ല പൊതുസമ്മതനായ സ്ഥാനാർത്ഥി ഉണ്ടാകണം. CPIM-നെ സംബന്ധിച്ച് ആ മണ്ഡലത്തിൽ അത് ഇല്ല എന്നത് CPIM-ന്റെ ഒരു പോരായ്മയാണ്. അത് മറികടക്കാൻ എല്ലാവർക്കും പരിചിതനായ ഒരാൾ സ്ഥാനാർത്ഥിയായി വരണം. UDF ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് LDF-ന്റെ സ്ഥാനാർത്ഥിയായിക്കൂടാ എന്നില്ല. നേരത്തെ കോൺഗ്രസ് നേതാക്കളെ വെല്ലുവിളിച്ച് നിന്ന ആളാണ് ആര്യാടൻ ഷൗക്കത്ത്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് റാലി നടത്തി. കോൺഗ്രസ് റാലി നടത്താത്തതിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം റാലി നടത്തിയത്. കോൺഗ്രസ് ദേശീയ തലത്തിൽ നടക്കുന്ന 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പശ്ചിമേഷ്യൻ സംഘർഷം മുൻനിർത്തി ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ അത് ഉത്തരേന്ത്യയിൽ വലിയ ചർച്ചയാകും, ഹിന്ദു വോട്ടുകൾ അകന്നുപോകും എന്നതുകൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, തെലങ്കാന, മധ്യപ്രദേശ് ഈ 4 സംസ്ഥാനങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടന്നതിന് ശേഷമാണ്
കോൺഗ്രസ് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നോർക്കണം. അതിൽ പ്രതിഷേധിച്ചിട്ടാണ് ആര്യാടൻ ഷൗക്കത്ത് മലപ്പുറത്ത് നല്ല മഴയായിരുന്നു, എന്നിട്ടും നൂറുകണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഒരു റാലി സംഘടിപ്പിച്ചത് പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ടു. എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന രീതി നേരത്തെ ആര്യാടൻ ഷൗക്കത്തിനുണ്ട്. കോൺഗ്രസിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ സ്ഥാനമൊന്നുമില്ല. കോൺഗ്രസ് നേതാക്കൾ തന്നെ അദ്ദേഹത്തെ വേണ്ടത്ര ഗൗനിക്കുന്നില്ല. എ ഗ്രൂപ്പിന്റെ നേതാവാണ് ആര്യാടൻ ഷൗക്കത്ത്. അങ്ങനെയുള്ള ഒരാളെ എന്തിനെ വളർത്തിക്കൊണ്ടുവരണം എന്ന ചിന്ത കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. പ്രത്യേകിച്ച് വി ഡി സതീശനുണ്ട്. വി ഡി സതീശന്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളാണ് വി ജോയ്. അതുകൊണ്ട് വി ജോയ് സ്ഥാനാർത്ഥിയായാൽ മതി എന്ന നിലപാട് വി ഡി സതീശൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആര്യാടൻ ഷൗക്കത്തിന്റെ നിലപാട്? അദ്ദേഹം LDF-ലേക്ക് വരികയും LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുകയും ചെയ്യുമോ? അതല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുകയും LDF പിന്തുണയ്ക്കുകയും ചെയ്യുമോ? ഇതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും PV അൻവർ തൃണമൂൽ കോൺഗ്രസിലാണ് ചേർന്നത്. പക്ഷേ അദ്ദേഹം ഇട്ട ഒരു ബോംബ് പൊട്ടിയത് കോൺഗ്രസിലാണ്. കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ എന്ത് ചെയ്യണം അറിയാതെ അമ്പരന്ന് നിൽക്കുകയാണ്. സ്ഥാനാർത്ഥിത്വം ഒരു തർക്കത്തിലേക്ക് കൊണ്ടുപോകാൻ PV അൻവറിന്റെ വാക്കുകൾ സഹായിച്ചു. PV അൻവറിനെ കോൺഗ്രസിലെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും അവിടെ ഉയരുകയും ചെയ്യുന്നുണ്ട്. PV അൻവർ ഒരു ജൂനിയർ മാൻഡ്രേക്കിനെ പോലെ ആയി മാറിയിട്ടുണ്ട്. സാധാരണ മാൻഡ്രേക്ക് ഏത് പക്ഷത്താണോ അവിടെയാണ് പ്രശ്നം. ഇതിപ്പോൾ പിന്തുണച്ചപ്പോൾ തന്നെ പ്രശ്നമാകുന്ന അവസ്ഥയാണുള്ളത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു കോൺഗ്രസ് നേതാക്കൾ, എന്തിന് PV അൻവർ വി ജോയുടെ പേര് പറഞ്ഞു എന്ന്. അത് കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ടാക്കും, UDF-നകത്ത് പ്രശ്നങ്ങളുണ്ടാക്കും എന്ന് അറിഞ്ഞുകൊണ്ടാണോ വി ജോയുടെ പേര് PV അൻവർ പറഞ്ഞത് എന്ന ചോദ്യവും കോൺഗ്രസ് നേതാക്കൾ തന്നെ ചോദിക്കുന്നുണ്ട്.